ഹായ് ഓൾ, നമ്മളപ്പോൾ നോക്കാൻ പോകുന്ന 2024 നടന്ന ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 അങ്ങനെ ഒരു 3-4 കാറ്റഗറിയിൽ നടന്ന കോമൺ ആയിട്ടുള്ള ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ഡിസ്കഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൾറെഡി 2 സെറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, 100 ക്വസ്റ്റ്യൻ വീതം. ഇത് 3-ാമത്തെ സെറ്റാണ്. അപ്പോൾ ആദ്യം തൊട്ട് കാണാത്തവർ നമ്മുടെ പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ കയറി നോക്കുക. അതേപോലെ തന്നെ വീഡിയോ അല്ലാതെ നോട്ട്സ് ആയിട്ട് വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അതിൽ ഡെയിലി കറണ്ട് അഫെയർസ് നോട്ട്സ് ഇടാറുണ്ട്, വേണ്ടവർ അതിൽ ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. 30-ാമത്തെ ക്വസ്റ്റ്യനാണ്, ടു സെലക്ട് ഓൾ ദ ടെക്സ്റ്റ് ഇൻ MS Word document by അതായത് MS Word ഡോക്യുമെൻറ്റിൽ ആ ഒരു പാട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി ഏത് ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ Ctrl+S, ഓപ്ഷൻ ബി Ctrl+I, ഓപ്ഷൻ സി Ctrl+A, ഓപ്ഷൻ ഡി Ctrl+V. അതിൽ Ctrl+S എന്ന് പറയുന്നത് സേവ് ആണ്. അതേപോലെ Ctrl+I എന്ന് പറയുന്നത് ഇറ്റാലിക്. Ctrl+A ആണ് സെലക്ട് ഓൾ വരുന്നത്. Ctrl+V പേസ്റ്റ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി Ctrl+A. 31-ാമത്തെ ക്വസ്റ്റ്യൻ, ദ നെയിം ഓഫ് എ വേർഡ് ഡോക്യുമെൻറ്റ് ഡിസ്പ്ലേസ് ഇൻ അതായത് നമ്മുടെ വേർഡ് ഡോക്യുമെൻറ്റിൽ നെയിം എവിടെയാണ് ഡിസ്പ്ലേസ് ചെയ്ത് കിടക്കുന്നത് എന്നാണ്. ഓപ്ഷൻ എ റിബൺ, ഓപ്ഷൻ ബി ടൈറ്റിൽ ബാർ, ഓപ്ഷൻ സി സ്റ്റാറ്റസ് ബാർ, ഓപ്ഷൻ ഡി ഹോം ടാബ്. ഇതിൽ ആൻസർ വരുന്നത് ടൈറ്റിൽ ബാർ. ടൈറ്റിൽ ബാറിലാണ് നമ്മുടെ നെയിമൊക്കെ കാണാൻ സാധിക്കുന്നത്, ടൈറ്റിൽ ബാർ. 32-ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഡയലോഗ് ബോക്സ് ഇൻ MS Word? വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഡയലോഗ് ബോക്സ് ഇൻ MS Word? അതായത് MS Wordൽ ഫൈൻഡ് ആൻഡ് റീപ്ലേസിൻ്റെ ഷോർട്ട് കട്ട് കീ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ Ctrl+F, ഓപ്ഷൻ ബി Ctrl+R, ഓപ്ഷൻ സി Ctrl+H, ഓപ്ഷൻ ഡി Ctrl+Shift+F. അപ്പം ഇതിലേതാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ എ Ctrl+F, എഫ് എന്ന് പറയുന്നത് ഫൈൻഡ് ആണ്. Ctrl+F ഫൈൻഡ്. അതേപോലെ തന്നെ Ctrl+R റൈറ്റ് അലൈൻ ആണ്. റൈറ്റ് അലൈൻമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് Ctrl+R. Ctrl+H ആണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. Ctrl+H. അതേപോലെ തന്നെ Ctrl+Shift+F എന്ന് പറയുന്നത് ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ഫോണ്ട് ചേഞ്ചിന് വേണ്ടി. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി Ctrl+H. 33-ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ പേസ്റ്റ് ഇൻ MS Word? വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ പേസ്റ്റ് ഇൻ MS Word? MS Wordലെ ഷോർട്ട് കട്ട് കീ, പേസ്റ്റിൻ്റെ ഷോർട്ട് കട്ട് കീ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ Ctrl+V, ഓപ്ഷൻ ബി Ctrl+P, ഓപ്ഷൻ സി Ctrl+S, ഓപ്ഷൻ ഡി Ctrl+E. ഇതിൻ്റെ ആൻസർ വരുന്നത് Ctrl+V പേസ്റ്റ് ആണ്. ഇതിൽ Ctrl+P എന്ന് പറയുന്നത് പ്രിൻ്റ് ആണ്, Ctrl+S സേവ്, Ctrl+E വരുന്നത് സെൻട്രൽ അലൈൻമെൻറ്റിന് വേണ്ടിയാണ് Ctrl+E ഉപയോഗിക്കുന്നത്. 34-ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ MS Word വിച്ച് എനേബിൾ us ടു സെൻഡ് ദ സെയിം ലെറ്റർ ടു ഡിഫറെൻറ്റ് പേഴ്സൺ? ഇൻ MS Word വിച്ച് എനേബിൾ us ടു സെൻഡ് ദ സെയിം ലെറ്റർ ടു ഡിഫറെൻറ്റ് പേഴ്സൺ. അതായത് MS Wordൽ ഒരു ലെറ്റർ പല ആളുകൾക്കായിട്ട് സെൻഡ് ചെയ്യുന്ന ഒരു ഇതിനെ പറയുന്ന പേര് എന്താണ്? ഓപ്ഷൻ എ മെയിൽ മെർജ്, ഓപ്ഷൻ ബി മാക്രോസ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പോൾ എന്താണ് മെയിൽ മെർജ് എന്ന് നോക്കാം. ഒരേ സമയം നിരവധി ആളുകൾക്ക് വ്യക്തിഗതമാക്കിയ കത്ത് അല്ലെങ്കിൽ ഇമെയിൽ എഴുതുന്നതിനുള്ള ശക്തമായ ഉപകരണമാണിത്. ഒരു സ്പ്രെഡ്ഷീറ്റ് പോലുള്ള മറ്റൊരു ഉറവിടത്തിൽ നിന്ന് ഡാറ്റ ഇറക്കുമതി ചെയ്യുകയും തുടർന്ന് സന്ദേശം അയക്കുന്ന ഓരോ വ്യക്തിക്കും പ്രസക്തമായ വിവരങ്ങൾ ഉപയോഗിച്ച്
പ്ലേസ് ഹോൾഡറുകൾ മാറ്റി സ്ഥാപിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ഇതാണ് മെയിൽ മെർജ് എന്ന് പറയുന്നത്. എന്താണ് മാക്രോ? മാക്രോ എന്ന് പറഞ്ഞ് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടിംഗ് നിർദ്ദേശങ്ങളൊക്കെ ഒരു ശ്രേണി പ്രോഗ്രാമർക്ക് ഒറ്റ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻ്റായിട്ട് ലഭ്യമാക്കാൻ വേണ്ടിയൊക്കെ മാക്രോകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ എ മെയിൽ മെർജാണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോയതാണ്, അത് നമുക്ക് വേണ്ട. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ MS Excel ദ ഇൻ്റർസെക്ഷൻ ഓഫ് എ കോളം ആൻഡ് എ റോ ഇൻ എ വർക്ക്ഷീറ്റ് ഈസ് കോൾഡ്. In MS Excel, the intersection of a column and a row in a worksheet is called option A box, option B cell, option C range, option D page break. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി സെല്ലാണ്. എന്താണ്? ഒരു കോളത്തിൻ്റെ റോയുടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു പാർട്ടിനെ വിളിക്കുന്നത് നമ്മൾ എന്താണ്? സെല്ലെന്നാണ് വിളിക്കുന്നത്. എന്തായാലും റിപ്പീറ്റ് ചെയ്ത് കുറേ എക്സാമിന് റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്, എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ബോക്സ് എന്താണ്? ഇത് തന്നെ സെൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം. റേഞ്ച് ഓപ്ഷൻ സി റേഞ്ച് എന്താണ്? റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു എക്സലിനകത്ത് സെല്ലിൽ നമ്മൾ ഇപ്പോൾ ഒരു ആദ്യ പേജിൽ A1 to A10 വരെ ഒരു നമുക്കതിൻ്റെ സം കാണാനുണ്ടെങ്കിൽ നമ്മളതെങ്ങനെ കാണുക? A1 raised to A10 എന്നിട്ടിട്ടായിരിക്കും സമ്മ് നമ്മൾ കാണുക. അതിനെയാണ് റേഞ്ച് എന്ന് പറയുക. പിന്നെ പേജ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പേജിനെ ആ ഒരു ഡിഫറെൻറ്റ് ഇതായിട്ട് പോർഷനായിട്ട് നീക്കി വെക്കുന്നതിനാണ് പേജ് ബ്രേക്ക് എന്ന് പറയുന്നത്. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ടു റൈറ്റ് എ മാക്രോ ഇൻ MS Excel? വിച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ടു റൈറ്റ് എ മാക്രോ ഇൻ MS Excel? എന്താണ് മാക്രോ എന്ന് ഞാൻ പറഞ്ഞു. ഒരു കമ്പ്യൂട്ടിംഗ് നിർദ്ദേശങ്ങളിലെ ഒരു ശ്രേണി പ്രോഗ്രാമർക്ക് ഒരൊറ്റ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻ്റായിട്ട് ലഭ്യമാക്കാൻ മാക്രോകൾ ഉപയോഗിക്കുന്നു എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് MS Excelലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മാക്രോ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നതെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് വിഷ്വൽ ബേസിക് ആണ്. ഓപ്ഷൻ ഡി വിഷ്വൽ ബേസിക് ആണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോയതാണ്, അതും നമുക്ക് വേണ്ട. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ MS Excel വാട്ട് ഈസ് ദ സിൻഡെക്സ് ഫോർ പവർ ഫംഗ്ഷൻ? ഇൻ MS Excel വാട്ട് ഈസ് ദ സിൻഡെക്സ് ഫോർ പവർ ഫംഗ്ഷൻ? MS Excelലെ പവർ എന്താണ് സിൻഡെക്സ് പവർ ഫംഗ്ഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പവർ ബ്രാക്കറ്റിലെ നമ്പർ പവർ, ഓപ്ഷൻ ബി പവർ ഈക്വൽ ടു പവർ നമ്പർ, ഓപ്ഷൻ സി പവർ നമ്പർ പവർ, ഓപ്ഷൻ ഡി ഈക്വൽ ടു പവർ ബ്രാക്കറ്റിലെ പവർ നമ്പർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഈക്വൽ ടു പവർ നമ്പർ പവർ. എന്താണ് ഈ പവർ നമ്പർ എന്ന് പറയുന്നത്? നമ്മളൊരു MS Excel ഒരു പ്രത്യേകത സിൻടാക്സ് എന്ന് പറയുന്നത് പറഞ്ഞാൽ, അതായത് നമ്മൾ ഈക്വൽ കഴിഞ്ഞിട്ട് സം എന്താണ് പവർ എന്ന് പറയുന്നത് ആ സം എന്ന് എഴുതി, പിന്നെ നമ്മൾ ഏതാണോ റേഞ്ച് എന്താണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇപ്പം ഒരു 10 നമ്പറിൻ്റെ അല്ലെങ്കിൽ 8 നമ്പറിൻ്റെ സമ്മാണ് കാണുന്നതെങ്കിൽ A1 to A1 ഈസ് ടു ദെൻ A10 എന്ന് എഴുതുന്ന പോലെ. അപ്പം ഈക്വൽ ടു കഴിഞ്ഞിട്ട് പവർ എന്താണെന്ന് വെച്ചാൽ പവർ എഴുതുക. അപ്പോൾ അടുത്തൊരു എക്സാമ്പിളായിട്ട് പിക്ചർ കൊടുക്കാം. MS Excel എങ്ങനെയാണ് സിൻടാക്സ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അത് കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും. ഇതിൽ എഴുതിക്കുന്നുണ്ടോ? ഇഫ് ഈക്വൽ ടു ഇഫ്, അല്ലെങ്കിൽ നമ്മൾ സമ്മണ സമ്മ, ആവറേജ് ആണെങ്കിൽ ആവറേജ് എന്താണെന്ന് വെച്ച് എഴുതുക. ഇഫ് കഴിഞ്ഞിട്ട് വേണ്ട A5 താഴെ A5 A6 എന്ന് എഴുതിക്കുന്നുണ്ടോ? അതായത് നമ്പറും പവറും കൂടെ വരണം എന്നുള്ളതാണ്.